आज हमारा दोस्त इस कंपनी का सर्विस जोड़ने का टाइम में इस कंपनी का तरफ से, इस देश की तरफ से हम अल्लाह से दुआ मांगते। താങ്ക് യു ബോസ്. സുഹൃത്തുക്കളെ, നാട്ടുകാരായ എന്റെ സഹപ്രവർത്തകർ ഒരുക്കിയ ഈ യാത്രയയപ്പിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എന്റെ വിജയത്തെപ്പറ്റിയും കമ്പനിക്ക് ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങളെപ്പറ്റിയും ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കുമായിരുന്നില്ല. ഈ അവസരത്തിൽ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന മിസ്റ്റർ രാജഗോപാലനും എനിക്ക് നൽകിയ എല്ലാ സൗഹൃദവും സഹകരണവും നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Get me, Mr. Nair. Yes, sir. Take this to the internal auditor. Pending queries in LM. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് റിപ്ലൈ വേണം. ഇന്ന് വൈകുന്നേരം? Yes. 4 മണിക്ക് മുമ്പ്. I have written that in the margin. Yes. എന്തായി മിസ്റ്റർ ഭാസ്കരൻ സ്ഥലത്തിന്റെ കാര്യം? അടുത്ത ഫ്രൈഡേ. ഗുഡ്. നോ നോ നോ, തൽക്കാലം വേപ്പം തീനൊന്നുമില്ല. ഓ, അത് മതി. That's fine. Thank you. ഈ ആഴ്ച ഞാൻ അയക്കുന്ന രണ്ടാമത്തെ കത്താണ്. അവിടെ ആ സ്ഥാനത്ത് തന്നെ ഒരു വീടുണ്ടാകും. ഡ്രാഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അതേ സ്ഥലത്ത് അതേ പുറത്തറയിൽ നിന്ന് വേണം എന്റെ മാളിക ഉയരാൻ. ഗുഡ് മോർണിംഗ് സർ. Come in, Mr. Marchandani. Well, what can I do for you? Just a minute. Yes. Speaking. വേണ്ട, LC ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ സംസാരിച്ചോളാം. Alice, I want an overseas call to Sydney Consolidated Food Export. You know the number? I want the chief marketing officer or the chief accountant. Okay? Then. हमारा सब डीलरशिप क्या हुआ सर? बोस से बात करने दो. बोस आपसे बात करने को बोलेगा और क्या? तो आप सोचेगा तो rest everything I said sir. You are suggesting a bribe? नहीं सर, I thought of a commission. That's all. I don't want your petty commission. Let me see the business side. I will let you know. You may go. ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ. ഓക്കെ. സ്ഥലം കിട്ടിയോ? കിട്ടി. ബാവുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു വില്ല. അത്ര വലിയ സ്ഥലത്തിനൊന്നും വാടക കൊടുക്കാൻ എനിക്കാവില്ല. കമ്പനി തന്നു, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കണമെന്നാണ് കമ്പനിയുടെ നിർബന്ധം. ടാക്സി റെഡി, സാധനങ്ങളൊക്കെ കയറ്റി. യാത്ര പറയുന്നില്ല. പറയണ്ട, ആരും വിട്ടുപോകുന്നില്ല. എവിടെയാണ് സ്ഥലം? ലിങ്ക് റോഡ് ഭാഗത്ത്. എവിടെയാണെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അവിടെ ചെന്നാ കണ്ടുപിടിക്കാം. ഞങ്ങളാരും ഒന്ന് ശല്യപ്പെടുത്തുന്നു പേടിക്കണ്ട. ഞങ്ങളൊക്കെ സാധുക്കളാണ്, ചെറിയ ജോലിക്കാർ. ബാവുട്ടി, നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല. എന്റെ കഥ പറഞ്ഞാൽ അങ്ങനെ കഥ പറയണെങ്കിൽ എല്ലാവർക്കാളും വലിയ കഥ പറയേണ്ട ഒരാളുണ്ട് ഇവിടെ. റൊക്കം പൊട്ടും പൊടിയും മാത്രമേ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. പുതിയ കഥ പിന്നെയും വരികയല്ലേ.
സ്ഥലം വേണ്ടത്ര. പക്ഷേ ഒരാൾക്ക് ഇത്രയും സ്ഥലം വേണോന്നാണ് സംശയം. കമ്പനി ക്വാർട്ടേഴ്സ് അല്ലേ, മിസ്റ്റർ ഭാസ്കറിന്റെ ഏർപ്പാടാണ്. അധികം സ്ഥലമുണ്ടെന്ന് ഇപ്പോഴേ തോന്നും. ആളുകൾ വരൂലേ? ഇല്ല, മമ്മൂക്കയുടെ അത്രയും മനുഷ്യ സ്നേഹം എനിക്ക് വയ്യ. ഇതൊരു അഭയാർത്ഥി ക്യാമ്പാക്കി. ഞമ്മള് പറഞ്ഞത് അതല്ല. നല്ല അടുക്കള, 2 കിടപ്പും കൂടി. അവിടൊക്കെ പെരുമാറാൻ ചിലർ വരുമല്ലോ എന്നെങ്കിലും. എന്നെങ്കിലും അപ്പോഴേ ഇതൊരു വീടാവൂ. മമ്മൂക്ക, എനിക്കും ഒരു ചെറിയ വീടുണ്ടാവുന്നുണ്ട്. ഓഹോ, നാട്ടില്. അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് ഞാനും അബുവും തമ്മിലുള്ള ഒരു കരാറാണ്. ഇപ്പൊ രഹസ്യം. അതും വീടാണെങ്കിൽ ചിലരൊക്കെ വേണമല്ലോ. ഇപ്പൊ കുച്ചിനിപ്പണി വല്ലതും ഞമ്മൾ നോക്കണം. വേണ്ട, ഞാൻ പുറത്തു പോയി വെച്ചോളൂ. പണിയുണ്ട് പുറത്ത്. നല്ല ബുദ്ധി തോന്നി കായ് സഹായിച്ച എല്ലാവരും ഇപ്പൊ ഞമ്മളെ കണ്ട മാറി നടക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ നമ്മുടെ ബിസിനസ് എവിടെ ചെന്നെത്തു പടച്ചോനിക്കറിയാം. സാർ വരട്ടെ. ഓക്കെ, സീ യു. അമ്മുക്ക, 3000 രൂപ കൂടി കൊടുക്കണം ഈ ആഴ്ച തന്നെ. നാട്ടുകാർക്ക് ഇതിന്റെ വിഷമം വല്ലതും അറിയാം. ഞാൻ വിചാരിച്ചിട്ട് ഒരു NOC എന്റെ അനുജന് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിശ്വാസം വരണ്ടേ? എന്റെ കച്ചവടത്തിന്റെ സ്ഥിതി നിനക്ക് അറിഞ്ഞൂടെ മോനെ? മമ്മൂക്കയുടെ അടുത്തല്ലാതെ പിന്നെ ആരോടാ ഞാൻ പറയുക? ഒരു ചിട്ടിയുണ്ട്, അത് കിട്ടുമെന്ന് നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ മമ്മൂക്ക, ഈ ആഴ്ച തന്നെ വേണം. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു തരും. നടക്ക്, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മൂവായിരം. പടച്ചോനെ, എല്ലാ അവലാതിക്കാരും ഞമ്മടെ അടുത്ത് വന്നാൽ ഞമ്മൾ എന്ത് ചെയ്യും? ഹൗസ് വാമിംഗ് ഒന്നും ആയില്ലേ സാർ? ഹൗസ് വാമിംഗ് സ്ഥലം എനിക്കറിയാം, നല്ല ലൊക്കാലിറ്റി. ഫ്രൈഡേ സാറ് ഫ്രീ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ അല്ലല്ലോ, എനിക്ക് അബുദാബി വരെ ഒന്ന് പോണം. അലൈന് പോയിട്ടുണ്ടോ? നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ്. ബട്ട് ഐ എം നോട്ട് ഫ്രീ. ബാങ്കിനുള്ള റിപ്പോർട്ട് വേഗം അടിച്ചോണ്ട് വരും. ഹരേ. യെസ് സാർ. യെസ്, ഞാൻ രാജൻ. മമ്മൂക്കേ, എങ്ങനെ പറ്റി? ഞാൻ ഹോസ്പിറ്റൽ വരാം. എനിക്കറിയാം ഹോസ്പിറ്റൽ. വാർഡ് നമ്പർ? ഞാൻ വരുന്നു. അലേഷ്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. എന്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അറിയില്ല. അറ്റൻഡ് മൈ കോൾസ് പ്ലീസ്. ട്രക്കും ടാക്സിയും കൂട്ടിമുട്ടിയതാണ്. ടാക്സിയിൽ ഉണ്ടായിരുന്ന 2 പേർ സ്പോട്ടിൽ മരിച്ചു. മമ്മൂക്ക, സിസ്റ്റർ, യെസ്. ഹൗ ഈസ് ഹി? ഹെഡിൽ കൺകഷനേ ഉള്ളൂന്ന് തോന്നുന്നു. റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് എക്സ്റേ റിപ്പോർട്ട് കിട്ടിയാലേ അറിയുള്ളൂ. പേടിക്കാനില്ല. ഒന്ന് കാണാമോ? വിസിറ്റിംഗ് അവരല്ല, സെഡറ്റീവിലാണ്. ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പേഷ്യന്റിന് എങ്ങനെ? ബെറ്റർ. വൈകിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ. അതാണ് പേപ്പേഴ്സും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ആലിസ് ഏത് വഴിക്കാണ്? ഐ വിൽ ഡ്രോപ്പ് യു. ഞാൻ അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും പറഞ്ഞ് ഈ നമ്പരും കൊടുത്തു. ഒരു കോൾ ഇവിടേക്ക് വരും. ബട്ട് യു ക്യാൻ. സർ, ഐ വിൽ വെയിറ്റ്. ഞാൻ വൈകിയാലോ? ഡ്രോപ്പ് ചെയ്തിട്ട് പോ. പക്ഷേ കോൾ വന്നാലോ സർ? ഒരു പ്രധാന കാര്യമാണ്.
ഓൾ റൈറ്റ്. സ്പെയർ ക്യൂ ഉണ്ട്. കോൾ കിട്ടിയിട്ട് പോകുമ്പോ കൂട്ടിയാണ്. സാരമില്ല, നമ്മുടെ സമയം എത്തിയിട്ടില്ല. പടച്ചോന്റെ കൃപ. ഈ വിവരം നാട്ടിൽ അറിയണ്ട. ഒരാഴ്ചക്കകം ഇറങ്ങാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സമയം എത്ര? 2:30. പൊയ്ക്കോ, നാളെ പണിക്ക് പോണ്ടതല്ലേ. ഓ സാരമില്ല. ഞാൻ മരിക്കാൻ കിടക്കൊന്നുമല്ല, രാത്രി മുഴുവൻ കാവലിരിക്കാൻ. ആ മലയാളി നേഴ്സ് വന്നാൽ ഞാൻ പൊയ്ക്കോളാം. അവർ ശ്രദ്ധിച്ചോളൂ. പോകുന്നുണ്ടോ? അതോ രോഗികളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് ബഹളം കുട്ടി പുറത്താക്കണം? പൊയ്ക്കോളാം. മമ്മുക്ക സമാധാനമായി കിടക്കും. പോയില്ലേ? ഇല്ല, വെറുതെ ഇരുന്നു. കാലത്ത് ജോലി ചെയ്യേണ്ടവർക്ക് ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ശാസ്ത്രമൊക്കെ അറിയാം സിസ്റ്റർ. പക്ഷേ ഉറക്കം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്, എവിടെ കിടന്നാലും. അതും ഒരു രോഗമാണ്. വല്ല സൈക്കാട്രിസ്റ്റിനുമാണ് കാണേണ്ടത്. വേണ്ട, സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഓട്ടോ സജഷൻ. കുറഞ്ഞു വരുന്നുണ്ട് രോഗം. ഫ്രണ്ടിനെ പറ്റി വേവലാതി വേണ്ട, ഞാൻ നോക്കിക്കോളാം. പോയി ഉറങ്ങിക്കോളും പറ്റുമെങ്കിൽ. കുറെ നേരം ഞാൻ കാത്തിരുന്നു. I was waiting. Oh, you are a fool. എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്കൊരു ബ്രദറുണ്ട്, BSc ഫസ്റ്റ് ക്ലാസ്. ഒരു ജോബ് NOC തരാൻ സാറ് ശ്രമിച്ചാൽ കഴിയും. അതിനുവേണ്ടിയായിരുന്നു ഈ നാടകം. എന്റെ കഥ സാറിന് അറിയില്ല. 6 അംഗങ്ങളുള്ള ഒരു കുടുംബം. അപ്പന് 40 രൂപ പെൻഷൻ കിട്ടും. ഞാൻ അയക്കുന്ന പണം കൊണ്ട് 3 സിസ്റ്റേഴ്സ് പഠിക്കുന്നു. പട്ടാളത്തിൽ നിന്നും നേരത്തെ പെൻഷൻ പറ്റിയ അപ്പൻ. 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ വരുമാനം 40 രൂപ. അനിയൻ രക്ഷപ്പെട്ടാൽ കുടുംബം കരകയറും. അതിനുവേണ്ടി സാറ് പറഞ്ഞതുപോലെ എന്ത് നാടകവും കളിക്കും. കഴിഞ്ഞ രാത്രിയുടെ പേരിൽ ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ഫോർ ദാറ്റ് ഐ ഹേറ്റ് മൈസെൽഫ്. പലരും പിടിച്ചുപറ്റാൻ നോക്കാറുള്ളത് സാറിന് സന്തോഷത്തോടെ തന്നു. അതോർത്ത് സാറ് വിഷമിക്കരുത്. സാറിന് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. സോറി സാർ. ഞാൻ കഴിയുന്നത് നോക്കാം. ഒരു ഉറപ്പും തരുന്നില്ല. വേണ്ട, ഒരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിവിടെ തനിച്ചാണ്. അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നും. തനിച്ചാണെന്ന് തോന്നുന്നത് ഇറ്റ് ഈസ് ടെറിബിൾ. സാറിന് എപ്പോഴെങ്കിലും ഒരു കമ്പനി വേണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം. ഒരു വ്യവസ്ഥയും വാഗ്ദത്വവും ഇല്ലാതെ തന്നെ. ബിക്കോസ് ഐ ലൈക്ക് യു.